ഒരുപക്ഷെ കോയമ്പത്തൂരിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മറ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ രാഹുൽ പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയും കണ്ടിരുന്നു. ഏതായാലും ഇപ്പോൾ ഉള്ള ഒരു വിവരപ്രകാരം പാലക്കാട് ജില്ല വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉടൻ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതായാലും പോലീസിൻ്റെ നടപടികൾ ഇനി അടുത്തത് എന്താണ് എന്നുള്ളതാണ് ഈ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അറിയേണ്ടത്. ഏതായാലും അന്വേഷണം വളരെ ഊർജിതമായി തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം കൊണ്ടുപോകുന്നുണ്ട്. ഇനിയുള്ള അടുത്ത അല്ലെങ്കിൽ ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിർണായകമായത് ഒരു ഡോക്ടറുണ്ട്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മരുന്ന് കഴിച്ച ശേഷം ഈ യുവതിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലാണ് ഈ യുവതി ചികിത്സ തേടിയത്. ആ ചികിത്സ തേടിയ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ യുവതി കാര്യങ്ങളൊക്കെ പറഞ്ഞത് തൻ്റെ സുഹൃത്തുക്കളോടാണ്. ആ സുഹൃത്തുക്കളുടെ മൊഴി കൂടി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകും. ഈ ഡോക്ടറെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. നമുക്കറിയാം, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങളും ഒക്കെ വന്ന ഒരു ഘട്ടമുണ്ട്. അന്ന് ആരും പരാതി നൽകിയിരുന്നില്ല. പക്ഷേ ചില ആളുകൾ യുവതി പരാതി നൽകിയില്ലെങ്കിലും മറ്റ് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരുന്നു. അന്ന് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ആ അന്വേഷണ സംഘം ഈ ആളുകളെയൊക്കെ നേരത്തെ കണ്ടെത്തിയിരുന്നു. പക്ഷേ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ഡോക്ടറാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളതെന്നൊക്കെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ഡോക്ടറുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. നമുക്കറിയാവുന്ന പോലെ നിർബന്ധിതമായി ഈ ഗർഭചിത്രത്തിന് അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടറുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന്, ഈ മരുന്ന് കഴിച്ചതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി ചികിത്സ തേടിയത് ഈ ഡോക്ടറുടെ അടുത്താണത് യുവതി പോലീസിന് നൽകിയ മൊഴിയിലടക്കം വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നത് യുവതിയുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. അപ്പോൾ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. ഏതായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്ന ഒരു നീക്കം എന്ന് പറയുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് തിങ്കളാഴ്ച കോടതി പരിഗണിക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജാണ്.